Chemical properties. Other members than carbon have tendency to form complexes by accepting electron pair from donor species. കാർബൺ കഴിഞ്ഞ് ബാക്കിയുള്ള എലമെൻസിനൊക്കെ കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. എങ്ങനെയാണ്? ബൈ ആക്സെപ്റ്റിംഗ് ഇലക്ട്രോൺ പെയർ, കോർഡിനേറ്റ് ബോണ്ട് പോലെ ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റ് ചെയ്തിട്ട് സിലിക്കൺ, ഹെക്സാഫ്ലൂറൈഡ് പോലെയൊക്കെയുള്ള കോംപ്ലക്സ് ഉണ്ടാക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഓക്സിജൻ. 14 ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് 2 തരത്തിലുള്ള ഓക്സൈഡ്സ് ഉണ്ടാവും, മോണോക്സൈഡ് ആൻഡ് ഡയോക്സൈഡ്. എക്സാമ്പിൾ കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ്. ഓക്സൈഡ്സ് ഇൻ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആർ മോർ അസിഡിക് ദാൻ ദോസ് ഇൻ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള ഓക്സൈഡ്സ് ആണ് എപ്പോഴും മോർ അസിഡിക് ക്യാരക്ടർ കാണിക്കുക ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള കോമ്പൗണ്ടിനേക്കാളും. റിയാക്ടിവിറ്റി ടുവേർഡ്സ് വാട്ടർ. Carbon, silicon and germanium are affected by water. Tin decomposes steam to form dioxide and dihydrogen. ടിന്ന് സ്റ്റീമുമായിട്ട് കമ്പൈൻ ചെയ്ത് ടിന്ന് ഓക്സൈഡും ഉണ്ടാവും, അതായത് സ്റ്റാനസ് ഓക്സൈഡും ഉണ്ടാവും, അതേപോലെ ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാവും. ലെഡ് ഈസ് അൺഅഫക്റ്റഡ് ബൈ വാട്ടർ ഡ്യൂ ടു ഫോർമേഷൻ ഓഫ് പ്രൊട്ടക്റ്റീവ് ഓക്സൈഡ് ഫിലിം. ലെഡിൻ്റെ മുകളിൽ വാട്ടർ തട്ടിക്കഴിഞ്ഞാൽ ഓക്സൈഡിൻ്റെ പ്രൊട്ടക്റ്റീവ് കോട്ടിങ് ഉണ്ടാകുന്നതുകൊണ്ട് ഫർദർ റിയാക്ഷൻ പോസിബിൾ അല്ല. അതുകൊണ്ട് ലെഡ് ഈസ് അൺഅഫക്റ്റഡ് ബൈ വാട്ടർ. റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹലജൻ. ഹാലൈഡ്സ് ഫോം ഹാലൈഡ്സ് ടു ഫോം MX2 and MX4 എക്സെപ്റ്റ് കാർബൺ. കാർബൺ ടെട്രാക്ലോറൈഡ് ഉണ്ടാക്കും, CCl4, നമുക്ക് പരിചയമുള്ള കോമ്പൗണ്ട് CCl4. CCl2 ഉണ്ടാക്കില്ല. അപ്പോൾ എക്സെപ്റ്റ് കാർബൺ കഴിച്ച് ബാക്കിയുള്ളതൊക്കെ MX2 ഉണ്ടാക്കും, MX4 ഉണ്ടാക്കും. സ്റ്റെബിലിറ്റി ഓഫ് ഡൈഹാലൈഡ്സ് ഇൻക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതിനനുസരിച്ച് ഡൈഹാലൈഡ്സിൻ്റെ സ്റ്റെബിലിറ്റി കൂടി വരും ഡ്യൂ ടു ഇനേർട്ട് പെയർ എഫക്റ്റ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. സ്റ്റെബിലിറ്റി ഓഫ് ഡൈഹാലൈഡ്സ് ഇൻക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. എക്സെപ്റ്റ് CCl4, other tetrachlorides are easily hydrolyzed by water because the central atom can accommodate the lone pair of electron from oxygen atom of water molecule in the orbital. CCl4 അല്ലാത്ത മറ്റുള്ള ടെട്രാക്ലോറൈഡ്സ് ഒക്കെ പെട്ടെന്ന് ഹൈഡ്രോളൈസ് ചെയ്യപ്പെടും. അതിനുള്ള കാരണം സെൻട്രൽ ആറ്റം, അതിലുള്ള സെൻട്രൽ ആറ്റത്തിന് വാട്ടറിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഓക്സിജനിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഡി ഓർബിറ്റലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് ഹൈഡ്രോളൈസ് ചെയ്യപ്പെടുന്നത്. റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹലജനിൽ തന്നെ സിലിക്കൺ ഫോംസ് ഹെക്സാഫ്ലൂറൈഡ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ടൊരു ചോദ്യമാണ്. റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹലജനിൽ തന്നെ SiF6 2- is known but SiCl6 2- is not. അതായത് സിലിക്കൺ ഹെക്സാഫ്ലൂറൈഡ് ഉണ്ടാവും, പക്ഷേ സിലിക്കൺ ഹെക്സാക്ലോറൈഡ് ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? 6 large chloride ion cannot be accommodated around the silicon ion due to the limitation of its size and interaction between lone pairs of chloride ion and silicon ion is not very strong. The reason ഈ ഫ്ലൂറിനായിട്ട് അപേക്ഷിച്ച് ക്ലോറിൻ്റെ സൈസ് വളരെ കൂടുതലാണ്. അങ്ങനെ 6 ക്ലോറിൻ ആറ്റത്തെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി സിലിക്കണില്ല. സിലിക്കൺ ചെറിയ ആറ്റമാണ്. അതോടൊപ്പം തന്നെ ഈ ക്ലോറിൻ്റെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകൾ തമ്മിലുള്ള റിപ്പൾഷനും അത് അൺസ്റ്റേബിൾ ആവാനുള്ള കാരണമാണ്. ഇത് പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സിലിക്കൺ ഹെക്സാഫ്ലൂറൈഡ് ഈസ് സ്റ്റേബിൾ ബട്ട് സിലിക്കൺ ഹെക്സാക്ലോറൈഡ് ഈസ് നോട്ട് എക്സിസ്റ്റ്. വൈ എന്നുള്ള ചോദ്യം. അനോമലസ് ബിഹേവിയർ ഓഫ് കാർബൺ. നമുക്ക് ഏറ്റവും അറിയുന്ന ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ പരിചയപ്പെടുന്ന ഒരു ചെറിയ ക്ലാസ് മുതൽ പരിചയപ്പെട്ട ഒരു എലമെൻ്റാണ് കാർബൺ. കാർബണിൻ്റെ അനോമലസ് പ്രോപ്പർട്ടികൾ, അതിൻ്റെ അനോമലസ് പ്രോപ്പർട്ടി ഉണ്ടാവാനുള്ള കാരണം സ്മോളർ സൈസ്, ഹയർ ഇലക്ട്രോനെഗറ്റിവിറ്റി, ഹയർ അയണൈസേഷൻ എൻതാൽപ്പി ആൻഡ് അൺഅവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽസ്. ഇതൊക്കെയാണ് അതിൻ്റെ അനോമലസ് പ്രോപ്പർട്ടി കാണിക്കാനുള്ള കാരണം. ഇതിൻ്റെ അനോമലസ് പ്രോപ്പർട്ടികൾ എന്തൊക്കെയാണ്? ഹാസ് ആൻ എബിലിറ്റി ടു ഫോം p-pi മൾട്ടിപ്പിൾ ബോണ്ട് വിത്ത് ഇറ്റ് സെൽഫ് or other atoms of smaller size and high electronegativity. ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള സ്മോളർ സൈസുള്ള മറ്റാറ്റവുമായിട്ടും കാർബൺ സ്വന്തം അതേ ആറ്റവുമായിട്ടും p-pi മൾട്ടിപ്പിൾ ബോണ്ടുകളും സിംഗിൾ ബോണ്ടുകളും ഉണ്ടാക്കാനുള്ള എബിലിറ്റി ഉണ്ട്. അതേപോലെ ചെയിൻ ഫോം ചെയ്യാനുള്ള എബിലിറ്റി, നമ്മൾ പറയുന്ന പേര് കാറ്റനേഷൻ എന്നാണ്. സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി ഓഫ് കാർബൺ. അതുകൊണ്ടാണ് കാർബൺ ഇത്രയധികം കോമ്പൗണ്ട്സ് എക്സിസ്റ്റ് ചെയ്യാനുള്ള കാരണം. ഹെവിയർ എലമെൻറ്റ്സ് ഡു നോട്ട് ഫോം p-pi മൾട്ടിപ്പിൾ ബോണ്ട്. Their atomic orbitals are too large and diffuse to have effective overlapping. അവയുടെ
അറ്റോമിക് ഓർബിറ്റൽസ് വളരെ വലുതായതുകൊണ്ട് അത് ഡിഫ്യൂസ് ചെയ്യാൻ ഓവർലാപ്പിങ്ങിലൂടെ ഡിഫ്യൂസ് ചെയ്യാൻ പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഹയർ എലമെൻറ്റ്സ് ഒന്നും p മൾട്ടിപ്പിൾ ബോൺസ് ഫോം ചെയ്യില്ല. സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടിയെ നമ്മൾ പറയുന്ന പേര് കാർബണിൻ്റെ സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടിയെ കാറ്റനേഷൻ എന്നാണ് പറയുക. അത് താഴോട്ട് വരുന്നതനുസരിച്ച് കുറഞ്ഞു വരുന്നു. ഇൻ ഗ്രൂപ്പ് കാറ്റനേഷൻ ടെൻഡൻസി ഡിക്രീസസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ സൈസ് ആൻഡ് ഡിക്രീസ് ഇൻ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതിനനുസരിച്ച് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുന്നത് കൊണ്ടും അതേപോലെ സൈസ് കൂടുന്നത് കൊണ്ടും കാറ്റനേഷൻ ടെൻഡൻസി കുറഞ്ഞ് വരുന്നു. ഏറ്റവും കൂടുതൽ കാറ്റനേഷൻ ടെൻഡൻസി കാർബണും അത് കഴിഞ്ഞാൽ കുറച്ച് ഭാഗം സിലിക്കണുമാണ് ഉള്ളത്. Allotropes of carbon. Diamond and graphite are the crystalline forms of carbon. Fullerenes is the third form of carbon. ഡയമണ്ടും ഗ്രാഫൈറ്റും കാർബണിൻ്റെ അല്ലോട്രോപ്പുകളാണ്. ഫുള്ളറീനും അല്ലോട്രോപ്പാണ്. ഇതിൻ്റെ പ്രത്യേകത ഡയമണ്ടും ഗ്രാഫൈറ്റും ക്രിസ്റ്റലൈൻ ഫോം ആണെങ്കിൽ ഫുള്ളറീന് അമോർഫസ് ഫോമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഡയമണ്ട്. In diamond, each carbon atom is in sp3 hybridization linked with 4 other carbon atoms. ഡയമണ്ടിൽ കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലാണ്. sp3 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലാവുമ്പോൾ നമുക്കറിയാം അവിടെ ടെട്രാഹൈഡ്രൽ ഷേപ്പാണ് ഉണ്ടാവുക. അപ്പോൾ മറ്റ് 4 കാർബൺ ആറ്റവുമായിട്ട് ടെട്രാഹൈഡ്രലിയാണ് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടാവുക. ഇൻ ഡയമണ്ട് സ്ട്രക്ചർ ഡയറക്ഷണൽ കോവാലന്റ് ബോണ്ട് ആർ പ്രസന്റ് ത്രൂ ഔട്ട് ദി ലാറ്റിസ്. ലാറ്റിസിൽ മുഴുവൻ ക്രിസ്റ്റലിൻ്റെ ലാറ്റിസിൽ മുഴുവനും ഡയറക്ഷണൽ കോവാലന്റ് ബോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഡയമണ്ട് സ്ട്രോങ് ആവാനുള്ള കാരണം. ഡയമണ്ട് ഈസ് എ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഡ്യൂ ടു ഡിഫിക്കൽറ്റി ടു ബ്രേക്ക് എക്സ്റ്റെൻഡഡ് കോവാലന്റ് ബോൺസ്. ഈ കോവാലന്റ് ബോണ്ട് എക്സ്റ്റെൻഡഡ് അല്ലെങ്കിൽ ഡയറക്ഷണൽ കോവാലന്റ് ബോണ്ട് അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് കോവാലന്റ് ബോണ്ട് ഉള്ളത് കൊണ്ടാണ് ഈ ഡയമണ്ട് ഹൈലി സ്റ്റേബിൾ ആവാൻ കാരണം അല്ലെങ്കിൽ ഹാർഡസ്റ്റ് മെറ്റീരിയൽ ആവാനുള്ള കാരണം. ഡയമണ്ട് ഹാസ് melting point due to high melting point due to 3-dimensional network involving the strong carbon-carbon bond which are very difficult to break. ഡയമണ്ടിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. അതിനുള്ള കാരണം നെറ്റ്വർക്ക് സ്ട്രക്ചറും അതേപോലെ കാർബൺ ബോണ്ട് സ്ട്രോങ് ആയതുകൊണ്ടാണ് അവിടെ മെൽറ്റിംഗ് പോയിന്റ് കൂടാനുള്ള കാരണം. ഇതിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 3-dimensional നെറ്റ്വർക്ക് സ്ട്രക്ചറാണ്. ഒരു സെൻട്രലിലെ കാർബൺ നോക്കുക, 4 മറ്റ് കാർബണുമായിട്ട് ടെട്രാഹൈഡ്രലി ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടാവും. അതുതന്നെ ഒരു ഡയറക്ഷണൽ ലിങ്ക്ഡ് നെറ്റ്വർക്ക് സ്ട്രക്ചറാണുള്ളത്. അതുകൊണ്ടാണ് അതിൻ്റെ ഹാർഡ് മെറ്റീരിയൽ ആവാൻ കാരണം മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ കൂടാനുള്ള കാരണം. യൂസസ് ഓഫ് ഡയമണ്ട് ആസ് അബ്രേസീവ് ഫോർ ഷാർപ്പനിങ് ഹാർഡ് ടൂൾസ്. നമ്മൾ ടൂൾസൊക്കെ ഷാർപ്പൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന, അതേപോലെ മാർബിളുകൾ പോലുള്ള ഹാർഡ് മെറ്റീരിയൽ, ഗ്രാനൈറ്റ് പോലുള്ള ഹാർഡ് മെറ്റീരിയൽസ് കട്ട് ചെയ്യാനുള്ള, ഗ്ലാസ് കട്ട് ചെയ്യാനുള്ളതിനൊക്കെ അബ്രേസീവ്സ് ഷാർപ്പനിങ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്നത് ഡയമണ്ടാണ്. ഇൻ മേക്കിംഗ് ഡൈ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇൻ മാനുഫാക്ചർ ഓഫ് ടങ്സ്റ്റൺ ഫിലമെൻറ്റ് ഫോർ ഇലക്ട്രിക് ലൈറ്റ് ബൾബ്സ്. ടങ്സ്റ്റൺ ഫിലമെൻറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി, ഇലക്ട്രിക് ബൾബുകളുടെ ടങ്സ്റ്റൺ ഫിലമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയും ഡയമണ്ട് യൂസ് ചെയ്യുന്നു. രണ്ടാമത്തെ അല്ലോട്രോപിക് ഫോമാണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ഹാസ് ലെയേർഡ് സ്ട്രക്ചർ. ലെയേഴ്സ് ആർ ഹെൽഡ് ബൈ വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഓരോ ലെയറുകളും തമ്മിൽ വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണുള്ളത്. ഈച്ച് ലെയർ ഈസ് കമ്പോസ്ഡ് ഓഫ് പ്ലാനാർ ഹെക്സഗണൽ റിംഗ്സ് ഓഫ് കാർബൺ ആറ്റം ഇൻ sp2 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റ്. കാർബൺ ഇവിടെ ഗ്രാഫൈറ്റിലെ sp3 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഹെക്സഗണൽ റിംഗ്സ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഈച്ച് കാർബൺ ഫോംസ് 3 സിഗ്മ ബോൺസ് വിത്ത് കാർബൺ ആറ്റം ആൻഡ് ദ 4th ഇലക്ട്രോൺ ഫോംസ് പൈ ബോണ്ട്. ഇതിൽ 3 നമുക്കറിയാം. sp2 നമ്മൾ പഠിച്ചതാണ് ഹൈബ്രിഡൈസേഷനിൽ. sp2 3 സിഗ്മ ബോണ്ട് ഉണ്ടാക്കും, 4th പൈ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഡീലോക്കലൈസ്ഡ് മൊബൈൽ ഇലക്ട്രോൺസ്. ഈ പൈ ബോണ്ടിലെ ഡീലോക്കലൈസ്ഡ് മൊബൈൽ ഇലക്ട്രോണുകൾ ഉള്ളതുകൊണ്ടാണ് ഇലക്ട്രോഡുകളായിട്ട് ഗ്രാഫൈറ്റ് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. ഈസ് യൂസ്ഡ് ആസ് ലൂബ്രിക്കൻ ഇൻ ഹൈ ടെമ്പറേച്ചർ ബിക്കോസ് ഇറ്റ് ഈസ് സോഫ്റ്റ് ആൻഡ് സ്ലിപ്പറി. ഗ്രാഫൈറ്റ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ്. ഗ്രാഫൈറ്റ് ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കും. ഹൈ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന മെഷീനറികളിൽ ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. അതിനുള്ള കാരണം അതിൻ്റെ സോഫ്റ്റും സ്ലിപ്പറിയാണ്. അതേപോലെ ഹൈ ടെമ്പറേച്ചറിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ സോഫ്റ്റും സ്ലിപ്പറി ആയിട്ടുള്ള എഫക്റ്റ് ലോസ് ചെയ്യാത്തതുകൊണ്ടാണ് അത് ഹൈ ടെമ്പറേച്ചറിൽ യൂസ് ചെയ്യുന്നത്. ഗ്രാഫൈറ്റ് ഈസ് തെർമോഡൈനാമിക്കലി മോസ്റ്റ് സ്റ്റേബിൾ അല്ലോട്രോപ്പ് ഓഫ് കാർബൺ. കാർബണിൻ്റെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലോട്രോപിക് ഫോമാണ്. തെർമോഡൈനാമിക്കലി മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലോട്രോപിക് ഫോമാണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. നോക്കുക, ഇവിടെ
ഈ ലെയറുകളായിട്ടാണുള്ളത്. ഒന്നാമത്തെ ലെയറിൽ ഹെക്സഗണൽ റിങ്ങുകളാണ് sp2 ഹൈബ്രിഡൈസ്ഡായിട്ടുള്ള കാർബണിന്. അതിൻ്റെ അടുത്ത ലെയർ ഇതേപോലെ അങ്ങനെ ഓരോ ലെയറുകളും തമ്മിൽ വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണുള്ളത്. ഈ ലെയറുകൾ തമ്മിൽ ഇങ്ങനെ സ്ലിപ്പറിയായി പരസ്പരം ഇങ്ങനെ തെന്നി നീങ്ങുന്നത് കൊണ്ടാണ് നമ്മൾ ഇത് ഫുള്ളറീൻസ്. Allotropic form of carbon are made by heating graphite in an electric arc in inert atmosphere. Are cage-like molecule. 9th ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. Cage-like structural molecules ആണ് fullerenes. C60 molecules have soccer ball shape called Buckminster fullerenes. 60 കാർബണുള്ള സോക്കർ ബോളിൻ്റെ ഫുട്ബോളിൻ്റെ ഷേപ്പുള്ള ഫുള്ളറീൻസിന് പറയുന്ന പേരാണ് ബക്മിൻസ്റ്റർ ഫുള്ളറീൻ. 6 membered റിംഗ് ഫ്യൂസ്ഡ് വിത്ത് എ 5 membered റിംഗ്. അങ്ങനെയാണ് ബക്മിൻസ്റ്റർ ഫുള്ളറീൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു 6 membered റിംഗ് ഒരു 5 membered റിംഗുമായിട്ട് ജോയിൻ ചെയ്തിട്ടാണ്. ആൾ കാർബൺ ആറ്റംസ് ആർ ഈക്വൽ ആൻഡ് ഇൻ sp2 ഹൈബ്രിഡൈസ്ഡ്. എല്ലാ കാർബൺ ആറ്റവും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. സ്ഫെറിക്കൽ ഫുള്ളറീൻസ് ആർ കോൾഡ് ബക്കി ബാൾസ്. സ്ഫെറിക്കൽ ഷേപ്പിലുള്ള ഫുള്ളറീൻസിനെ വിളിക്കുന്നത് ബക്കി ബാൾസ് എന്നാണ്. കാർബൺ ബ്ലാക്ക്, കോക്ക്, ചാർക്കോൾ ഇംപ്യൂർ ഫോംസ് ഓഫ് ഗ്രാഫൈറ്റ് ഓർ ഫുള്ളറീൻ. ഫുള്ളറീൻ്റെ അല്ലെങ്കിൽ ഗ്രാഫൈറ്റിൻ്റെ ഇംപ്യൂർ ഫോമാണ് കാർബൺ ബ്ലാക്ക്, കോക്ക്, ചാർക്കോളൊക്കെ. കാർബൺ ബ്ലാക്ക് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ബേണിംഗ് ഹൈഡ്രോ കാർബൺ ഇൻ എ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ. എയറിൻ്റെ ലിമിറ്റഡ് സപ്ലൈയിൽ ഹൈഡ്രോ കാർബൺസ് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാർബൺ ബ്ലാക്ക് കിട്ടും. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു കത്തുമ്പോൾ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയറിലാണ് കത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു സാധനം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിയുമ്പോൾ കരി പിടിക്കും. അതാണ് കാർബൺ ബ്ലാക്ക് എന്ന് പറയുന്നത്. ചാർക്കോൾ ആൻഡ് കോക്ക് ഒബ്റ്റെയിൻഡ് ബൈ ഹീറ്റിംഗ് വുഡ് ഓർ കോൾ റെസ്പെക്റ്റീവ്ലി അറ്റ് ഹൈ ടെമ്പറേച്ചർ ഇൻ ആബ്സെൻസ് ഓഫ് എയർ. ചാർക്കോള്, കോക്ക്. ചാർക്കോൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം മരക്കരി. നമ്മൾ ഈ ആണ് കോഴി ഇതൊക്കെ ചൂടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതുണ്ടല്ലോ കരി. ആ കരിയാണ് ചാർക്കോൾ എന്ന് പറയുന്നത്. ചാർക്കോൾ അല്ലെങ്കിൽ കോക്ക്, അതായത് നമ്മളെ കൽക്കരി. ഇതാണ് ഇത് എയറിൻ്റെ ആബ്സെൻസിൽ നമ്മൾ കത്തിക്കുന്ന സമയത്ത് നമുക്ക് കോക്ക് അല്ലെങ്കിൽ ചാർക്കോൾ കിട്ടും. വുഡിൽ നിന്നാണ് ചാർക്കോൾ കിട്ടുക. മറ്റേത് കൽക്കരിയിൽ നിന്നാണ് കോക്ക്. കോളിൽ നിന്നാണ് കോക്ക് കിട്ടുന്നത്. കോള് എയറിൻ്റെ ആബ്സെൻസിൽ കത്തിക്കുമ്പോഴാണ് കോക്ക് കിട്ടുന്നത്. യൂസസ്: ഗ്രാഫൈറ്റ് ഫൈബേഴ്സ് embedded in plastic material used tennis rackets, fishing rods and aircrafts. ഗ്രാഫൈറ്റിൻ്റെ ഫൈബറുകൾ, ചെറിയ നാരുകൾ പ്ലാസ്റ്റിക് മെറ്റീരിയലുമായി കൂട്ടിച്ചേർത്ത് ടെന്നീസ് റാക്കറ്റുകൾ, ഫിഷിംഗ് റോഡുകൾ, അതേപോലെ എയർക്രാഫ്റ്റുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ആസ് ഇലക്ട്രോഡ്സ് ഇൻ ബാറ്ററി ആൻഡ് ഇൻ ഇൻഡസ്ട്രിയൽ ഇലക്ട്രോളിസിസിൽ ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നു. അതേപോലെ ബാറ്ററിയിൽ ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നു. ആക്ടിവേറ്റഡ് ചാർക്കോൾ ഈസ് യൂസ്ഡ് ഫോർ അബ്സോർബിങ് പോയിസണസ് ഗ്യാസസ്. കോളുകളിലൊക്കെ കോൾ മൈനുകളിലൊക്കെ പോയിസണസ് ഗ്യാസ് അബ്സോർബ് ചെയ്യാൻ വേണ്ടി മാസ്കുകളിലൊക്കെ ആക്ടിവേറ്റഡ് ചാർക്കോൾ ഉപയോഗിക്കുന്നു. ഇൻ വാട്ടർ ഫില്ലേഴ്സ് ടു റിമൂവ് ഓർഗാനിക് കണ്ടാമിനേഷന് റിമൂവ് ചെയ്യാൻ വാട്ടർ ഫിൽറ്ററുകളിലൊക്കെ യൂസ് ചെയ്യുന്നു. നമ്മൾ ഈ ചിരട്ടക്കരി ഒക്കെ ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ് സാധനം. ഇൻ എയർ കണ്ടീഷനിങ് സിസ്റ്റം ടു കൺട്രോൾ ഓഡർ സ്മെല്ലുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എയർ കണ്ടീഷണർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നു. കാർബൺ ബ്ലാക്ക് ആസ് ബ്ലാക്ക് പിഗ്മെൻറ്റ് ഇൻ ബ്ലാക്ക് ഇങ്ക്. കറുത്ത മഷിയിൽ ബ്ലാക്ക് പിഗ്മെൻ്റ് ആയിട്ട്, അതേപോലെ ഓട്ടോമൊബൈൽ ടയറിൽ ഫില്ലറായിട്ടൊക്കെ കാർബൺ ബ്ലാക്ക് യൂസ് ചെയ്യുന്നു. കോക്ക് ആസ് ഫ്യൂവൽ ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ് ഇൻ മെറ്റലർജി. കോക്ക് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നു. അതേപോലെ റെഡ്യൂസിങ് ഏജൻസ് ആയിട്ട് മെറ്റൽ എക്സ്ട്രാക്ഷന് യൂസ് ചെയ്യുന്നു. ഡയമണ്ട് ഈസ് യൂസ്ഡ് ഇൻ ജ്വല്ലറി. കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ: ഡയറക്റ്റ് ഓക്സിഡേഷൻ ഓഫ് കാർബൺ ഇൻ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ. എയറിൻ്റെ ലിമിറ്റഡ് സപ്ലൈയിൽ കാർബൺ കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാർബൺ മോണോക്സൈഡ് കിട്ടും. അല്ലെങ്കിൽ മറ്റൊരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ഓഫ് ഫോമിക് ആസിഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. HCOH ആണ് ഫോമിക് ആസിഡ്. അതിൽ നിന്ന് H2O റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് കിട്ടും. കൊമേഴ്ഷ്യൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പാസിങ് സ്റ്റീം ഓവർ ഹോട്ട് കോക്കിൻ്റെ മുകളിലൂടെ സ്റ്റീം പാസ് ചെയ്താൽ കാർബൺ മോണോക്സൈഡ് കിട്ടും. മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഈസ് കോൾഡ് വാട്ടർ ഗ്യാസ് ഓർ സിന്തസിസ് ഗ്യാസ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഈസ് കോൾഡ് സിന്തസിസ് ഗ്യാസ് ഓർ വാട്ടർ ഗ്യാസ്. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനുമാണ്.
നമുക്കത് കാർബണിൻ്റെ മുകളിലൂടെ വാട്ടർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ഉണ്ടാവും. മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് നൈട്രജൻ ഈസ് കോൾഡ് പ്രൊഡ്യൂസർ ഗ്യാസ്. കാർബൺ മോണോക്സൈഡിൻ്റെയും നൈട്രജൻ്റെയും മിക്സറിനെ വിളിക്കുന്നത് പ്രൊഡ്യൂസർ ഗ്യാസ് എന്നാണ്. വാട്ടർ ഗ്യാസ് ആൻഡ് പ്രൊഡ്യൂസർ ഗ്യാസ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രിയൽ ഫ്യൂവൽസ്. ഇത് രണ്ടും ഇൻഡസ്ട്രിയൽ വാട്ടർ ഗ്യാസും പ്രൊഡ്യൂസർ ഗ്യാസും ഇൻഡസ്ട്രിയൽ ഫ്യൂവൽസ് ആയിട്ട് യൂസ് ചെയ്യും.